രാജ്യ തലസ്ഥാനത്തെ അതീവ സുരക്ഷാ മേഖലയിലൊന്നായ ഗ്രേറ്റർ കൈലാഷിലെ ആ വീട് നിശബ്ദമായിരുന്നു. പക്ഷേ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് പുറത്തു വന്നത് ഒരു IRS ഉദ്യോഗസ്ഥന്റെ കുടുംബത്തെ ആകെ തകർത്തുകളഞ്ഞ വാർത്തയായിരുന്നു. സിവിൽ സർവീസ് സ്വപ്നങ്ങളുമായി പുസ്തകങ്ങൾക്കിടയിൽ കഴിഞ്ഞിരുന്ന ITIയിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ 22-കാരിയായ ഒരു നർത്തകി ക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. വെറും ഒരു കൊലപാതകം എന്നതിലുപരി വിശ്വാസവഞ്ചനയുടെയും ഓൺലൈൻ ഗെയിമിംഗ് എന്ന ലഹരിയുടെയും ഭീകരമായ മുഖമാണ് ഈ കേസിലൂടെ പുറത്തുവരുന്നത്. കേസിലെ പ്രതി രാജസ്ഥാനിലെ അൽവർ സ്വദേശി 19-കാരനായ രാഹുലാണ്. കൊല്ലപ്പെട്ട യുവതിയുടെ വീട്ടിലെ മുൻ ജോലിക്കാരൻ. വെറും ഒരു സാധാരണ ജോലിക്കാരനിൽ നിന്ന് ക്രൂരനായ ഒരു കൊലയാളിയിലേക്കുള്ള രാഹുലിന്റെ മാറ്റം ഞെട്ടിക്കുന്നതാണ്. ഓൺലൈൻ ഗെയിമിങ്ങിന് കടുത്ത രീതിയിൽ അടിമപ്പെട്ടിരുന്ന രാഹുൽ ഗെയിമുകളിൽ വൻതോതിൽ പണം നഷ്ടപ്പെട്ടതോടെ വലിയ കടക്കെണിയിലാവുകയായിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വീട്ടിലെ സഹപ്രവർത്തകരിൽ നിന്നും പരിസരവാസികളിൽ നിന്നും ഇയാൾ നിരന്തരം പണം കടം വാങ്ങുന്നത് പതിവാക്കി. എന്നാൽ വാങ്ങിയ പണം തിരികെ നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും അയാളുടെ പെരുമാറ്റ ദൂഷ്യവും രൂക്ഷമായതോടെ 1 മാസം മുൻപ് IRS ഉദ്യോഗസ്ഥൻ രാഹുലിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇത്തരത്തിൽ ജോലി നഷ്ടപ്പെട്ടതും പണത്തിനായുള്ള അത്യാർത്തിയും ഒടുവിൽ ആ കുടുംബത്തിന് നേരെ തന്നെ തിരിയാൻ ഇയാളെ പ്രേരിപ്പിക്കുകയായിരുന്നു. ജോലി പോയെങ്കിലും ആ വീടിന്റെ ഓരോ മുക്കുമൂലയും രാഹുലിന് സുപരിചിതമായിരുന്നു. കൈവശമുണ്ടായിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ഇയാൾ അകത്ത് കടന്നു. കവർച്ചയായിരുന്നു പ്രാഥമിക ലക്ഷ്യമെങ്കിലും അവിടെ ഉണ്ടായിരുന്ന യുവതിയെ കണ്ടതോടെ ഇയാൾ അക്രമാസക്തനാവുകയായിരുന്നു. യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ഒടുവിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ചാർജർ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് ഇയാൾ ആ 22-കാരിയുടെ ജീവൻ എടുത്തത്. ഒരു നിമിഷം പോലും ദയ കാണിക്കാതെ നടത്തിയ ഈ കൊലപാതകം ഡൽഹി പോലീസിനെയും ഞെട്ടിച്ചു. തുടക്കത്തിൽ ഇതൊരു അതിക്രമിച്ചു കയറിയുള്ള കൊലപാതകമാണെന്ന് പോലീസിന് തോന്നിയില്ല. കാരണം വീടിന്റെ വാതിലുകളോ ജനലുകളോ തകർത്തിരുന്നില്ല. എന്നാൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രാഹുൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ദൃശ്യങ്ങളിൽ പതിഞ്ഞു. ഒടുവിൽ ദ്വാരകയിലെ ഒരു ഹോട്ടലിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ പോലീസ് പിടികൂടി. ചോദ്യം ചെയ്യലിൽ പുറത്തുവന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് തൊട്ടു മുൻപ് അൽവാറിലും ഇയാൾ സമാനമായ രീതിയിൽ ഒരു യുവതിയെ പീഡിപ്പിച്ചിരുന്നു എന്നതാണ്. കൊല്ലപ്പെട്ട യുവതി ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നില്ല. ITI ബിരുദധാരി, മികച്ച നർത്തകി, അതിലുപരി സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മിടുക്കി. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളാണ് രാഹുൽ എന്ന 19-കാരൻ ചാർജർ കേബിളിൽ തീർത്തത്. പ്രതിക്കെതിരെ ബലാത്സംഗം, കൊലപാതകം, കവർച്ച എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. നിയമത്തിന്റെ പരമാവധി ശിക്ഷ ഇയാൾക്ക് ലഭിക്കുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുന്നു. ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വ്യക്തിപരമായ ജാഗ്രതയും സാമൂഹികമായ ബോധവൽക്കരണവും അനിവാര്യമാണ്. കുറ്റവാളികൾക്ക് ലഭിക്കുന്ന ശിക്ഷാ നടപടികൾക്കൊപ്പം തന്നെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം മനോവൈകൃതങ്ങൾക്കും ഡിജിറ്റൽ അടിമത്തത്തിനുമെതിരെ കർശനമായ ജാഗ്രത പുലർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൃത്യമായ പശ്ചാത്തല പരിശോധനകളില്ലാതെ അപരിചിതരെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത് എത്ര വലിയ വില നൽകേണ്ടി വരുന്ന ദുരന്തമായി മാറാം എന്നതിന്റെ കൈപ്പേറിയ ഉദാഹരണമായി ഈ സംഭവം അവശേഷിക്കുന്നു.